26 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയ്ക്ക് സമാനം ദയാഹൃദയരായി അനേകർക്ക് വഴി പറഞ്ഞു കൊടുക്കൂ. ഏത് കുട്ടികളാണോ ദിനരാത്രം സർവീസിൽ മുഴുകിയിരിക്കുന്നത് അവരാണ് ധൈര്യശാലി. ചോദ്യം: ഉയർന്ന ഭാഗ്യത്തിൻ്റെ മുഖ്യ ആധാരം ഏത് കാര്യത്തിന്മേലാണ്? ഉത്തരം: ഓർമ്മയുടെ യാത്രയുടെ മേൽ. എത്രത്തോളം ആര് ഓർമ്മിക്കുന്നുവോ അത്രയും ഉയർന്ന ഭാഗ്യമുണ്ടാകുന്നു. ശരീര നിർവഹണാർത്ഥം കർമ്മം ചെയ്യുമ്പോഴും ബാബയെയും സമ്പത്തിനെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ, എങ്കിൽ ഭാഗ്യം ഉയർന്നതായിക്കൊണ്ടിരിക്കും. ഗീതം ഭാഗ്യം ഉണർത്തി വന്നിരിക്കുന്നു. ഓം ശാന്തി. കുട്ടികൾ ജനിക്കുമ്പോൾ തൻ്റെ കർമ്മമനുസരിച്ചുള്ള ഭാഗ്യം കൊണ്ടാണ് വരുന്നത്. ചിലർ ധനികരുടെ അടുക്കൽ, ചിലർ ദരിദ്രരുടെ അടുക്കൽ ജന്മമെടുക്കുന്നു. അവകാശി വന്നിരിക്കുന്നു എന്ന് അച്ഛനും മനസ്സിലാക്കും. എങ്ങനെയെല്ലാം ദാനപുണ്യം ചെയ്തോ അതനുസരിച്ച് ജന്മം ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മധുരമായ വളരെ കാലം വേർപിരിഞ്ഞു ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് കൽപ്പത്തിനു ശേഷം വീണ്ടും ബാബ വന്ന് മനസ്സിലാക്കി തന്നിരിക്കുന്നു. കുട്ടികളും അറിയുന്നുണ്ട്, നമ്മൾ തൻ്റെ ഭാഗ്യം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ആരാണോ നല്ല രീതിയിൽ അറിഞ്ഞത് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവിയുടെ ഭാഗ്യം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. ഓർമ്മയുമായി ഭാഗ്യത്തിന് കണക്ഷനുണ്ട്. ജന്മമെടുത്തു, അപ്പോൾ ബാബയുടെ ഓർമ്മയും ഉണ്ടാകേണ്ടതാണ്. എത്ര ഓർമ്മിക്കുമോ അത്രയും ഭാഗ്യം ഉയർന്നതായിരിക്കും. എത്ര സഹജമായ കാര്യമാണ്. സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിക്കുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത് സുഖധാമത്തിൻ്റെ ഭാഗ്യം പ്രാപ്തമാക്കുവാനാണ്. ഇപ്പോൾ ഓരോരുത്തരും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും സ്വയം നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു? എങ്ങനെയാണോ മമ്മയും ബാബയും സർവീസബിളായ കുട്ടികളും പുരുഷാർത്ഥം ചെയ്യുന്നത് അവരെ ഫോളോ ചെയ്യേണ്ടതാണ്. സർവർക്കും ബാബയുടെ പരിചയം നൽകണം. ബാബയുടെ പരിചയം നൽകി എങ്കിൽ രചനയുടെ ആദി മധ്യ അന്ത്യവും വരും. അതിൽ ഋഷിമുനി ആദിയായവർ രചയിതാവിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജ് നൽകുവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രവും സ്മൃതിയിലുണ്ടായിരിക്കുന്നു. ലോകത്തിൽ ആരും തന്നെ ബാബയെയും സമ്പത്തിനെയും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ബാബയെയും തൻ്റെ ഭാഗ്യത്തെയും അറിയുന്നു. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ശരീര നിർവഹണാർത്ഥം കർമ്മവും ചെയ്യണം. വീടും കുടുംബവും പരിപാലിക്കണം. ആരെങ്കിലും നിർബന്ധനം ആണെങ്കിൽ അവർക്ക് നല്ല സർവീസ് ചെയ്യുവാൻ സാധിക്കും. കുട്ടികളോ മറ്റോ ഒന്നുമില്ല എങ്കിൽ അവർക്ക് സർവീസ് ചെയ്യാനുള്ള നല്ല ചാൻസാണ്. സ്ത്രീക്ക് പതിയുടെയും കുട്ടികളുടെയും ബന്ധനമുണ്ട്. അഥവാ കുട്ടികളില്ലെങ്കിൽ ബന്ധനമുക്തമായല്ലോ. അവർ വാനപ്രസ്ഥിയെ പോലെ ആയി. പിന്നെ മുക്തിധാമത്തിലേക്ക് പോകുന്നതിനായി സംഘം ആവശ്യമാണ്. ഭക്തിമാർഗത്തിൽ സന്യാസിമാരുടെയും നിവൃത്തി മാർഗത്തിലുള്ളവരുടെയും സംഘം ലഭിക്കുന്നു. ആ നിവൃത്തി മാർഗത്തിലുള്ളവർക്ക് പ്രവൃത്തി മാർഗത്തിലുള്ളവർക്ക് സമ്പത്ത് നൽകുവാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് നേടിക്കൊടുക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ബാബ വഴി പറഞ്ഞു തന്നു. ഭാരതത്തിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും 84 ജന്മങ്ങളുടെയും ഇരുന്ന് മനസ്സിലാക്കിക്കൂ. ഭാരതവാസികൾ തന്നെയാണ് 84 ജന്മം എടുക്കുന്നത്. ഒരാളുടെ കാര്യമല്ല. സൂര്യവംശി തന്നെ പിന്നെ ചന്ദ്രവംശി പിന്നെ വൈശ്യവംശി കുലത്തിൽ വരുന്നു. നമ്പർ വൈസ് ആണല്ലോ. ഭാരതത്തിൻ്റെ ആദ്യ നമ്പറിലെ പ്രിൻസാണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണനെ ഊഞ്ഞാലിൽ ആട്ടുന്നു. രണ്ടാമത്തെ നമ്പറിനെ ഊഞ്ഞാലിൽ ആട്ടുന്നില്ല. കാരണം കല കുറഞ്ഞുപോയി. ആരാണോ ആദ്യ നമ്പറിലേത് ആ ഒന്നിനാണ് പൂജയുണ്ടാകുന്നത്. കൃഷ്ണൻ ഒന്നേ ഉള്ളൂ അതോ 2ഉം 3ഉം ഉണ്ടോ എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല.
കൃഷ്ണന്റെ ഡിനസ്റ്റി നടക്കുന്നു. ഇതാർക്കും അറിയില്ല. പൂജ കേവലം നമ്പർ 1ൻ്റേതാണ് നടക്കുന്നത്. മാർക്സ് നമ്പർ വൈസായാണ് ലഭിക്കുന്നത്. അപ്പോൾ പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് നമ്മൾ ആദ്യ നമ്പറിൽ വന്നുകൂടാ? മമ്മ ബാബയെ ഫോളോ ചെയ്യണം. അവരുടെ രാജധാനി എടുക്കണം. ആരാണോ നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നത് അവർ നല്ല മഹാരാജാവിൻ്റെ വീട്ടിൽ ജന്മമെടുക്കും. അവിടെ മഹാരാജ മഹാറാണി ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ആ സമയം രാജാ റാണി എന്ന ടൈറ്റിൽ ഉണ്ടായിരിക്കില്ല. അത് പിന്നീടാണ് ആരംഭിക്കുന്നത്. ദ്വാപരം മുതൽ എപ്പോഴാണോ പതീതമാകുന്നത് അപ്പോൾ അവരിൽ വലിയ പ്രോപ്പർട്ടി ഉള്ളവരെ രാജ എന്ന് പറയുന്നു. പിന്നെ മഹാരാജാവ് എന്ന പദവിയും കുറഞ്ഞു വരുന്നു, പ്രായേണ ലോപിക്കുന്നു. പിന്നെ എപ്പോഴാണോ ഭക്തിമാർഗം ഉണ്ടാകുന്നത് അപ്പോൾ ദരിദ്രം ധനികം എന്ന വ്യത്യാസം ഉണ്ടായിരിക്കുന്നല്ലോ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് ശിവ് ബാബയെ ഓർമ്മിക്കുന്നത്, ആ ഒന്നിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സത്സംഗങ്ങളിൽ മനുഷ്യർ ഇരുന്ന് കഥ കേൾപ്പിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ ഭക്തി പഠിപ്പിക്കുന്നു. അവർക്ക് ജ്ഞാനം നൽകി സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. വേദശാസ്ത്രവും മറ്റുമെല്ലാം ഭക്തി മാർഗത്തിൻ്റെതാണ്. സദ്ഗതിയാണെങ്കിൽ ജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്നു. പുനർജന്മത്തെയും അംഗീകരിക്കുന്നു. ഇടയിൽ വെച്ച് ആർക്കും തന്നെ തിരിച്ചു പോകുവാൻ സാധിക്കില്ല. അന്തിമത്തിൽ തന്നെയാണ് ബാബ വന്ന് സർവരെയും കൊണ്ടുപോകുന്നത്. ഇത്രയും ആത്മാക്കളെല്ലാം എവിടെ പോയി ഇരിക്കും? എല്ലാ ധർമ്മത്തിലുള്ളവരുടെയും സെക്ഷൻ വേറെ വേറെയാണല്ലോ. അപ്പോൾ ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആത്മാക്കളുടെയും വൃക്ഷമുണ്ട് എന്നതും ആർക്കും അറിയില്ല. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ വൃക്ഷത്തിൻ്റെയും ജ്ഞാനമുണ്ട്. ആത്മാക്കളുടെ വൃക്ഷവുമുണ്ട്, ജീവാത്മാക്കളുടെയും വൃക്ഷമുണ്ട്. കുട്ടികൾക്കറിയാം നമ്മൾ ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും വേറെയാണ്. ഇത് മനസ്സിലാക്കുക എന്നാൽ ജീവിച്ചിരിക്കെ മരിക്കുക എന്നാണ്. താങ്കൾ മരിച്ചപ്പോൾ ലോകം മരിച്ചു. ബന്ധുമിത്രാദികളെയെല്ലാം ഉപേക്ഷിച്ചു. ആദ്യം പൂർണ്ണമായും ശിക്ഷണമെടുത്ത് പദവിയുടെ അധികാരിയായി പിന്നെ പോകണം. ബാബയെ ഓർമ്മിക്കുന്നതാണെങ്കിൽ വളരെ സഹജമാണ്. ആരെങ്കിലും രോഗാവസ്ഥയിലാണ് എന്നിരിക്കട്ടെ, അവരോടും പറഞ്ഞുകൊണ്ടിരിക്കണം, ശിവ് ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ആരാണോ പക്വമായ യോഗികൾ അവരെ സംബന്ധിച്ച് വേഗത്തിൽ മരിക്കുന്നത്, അതായത് ശരീരം ഉപേക്ഷിക്കുന്നത് നല്ലതല്ല. കാരണം അവർ യോഗത്തിലിരുന്ന് ആത്മീയ സേവനം ചെയ്യുന്നു. മരിക്കുകയാണെങ്കിൽ സേവനം ചെയ്യുവാൻ സാധിക്കില്ല. സേവനം ചെയ്യുന്നതിലൂടെ തൻ്റെ ഉയർന്ന പദവി നേടിക്കൊണ്ടിരിക്കും. സഹോദരി സഹോദരന്മാരുടെ സേവനവും ഉണ്ടാകും. അവരും ബാബയിൽ നിന്നും സമ്പത്ത് നേടും. നമ്മൾ പരസ്പരം സഹോദരങ്ങളാണ്, ഒരച്ഛൻ്റെ കുട്ടികളാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. മുൻപും ഇങ്ങനെ പറഞ്ഞിരുന്നു. ആർക്കും ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ബഹൻജി അഥവാ ഭായ്ജി, നിങ്ങളുടെ ആത്മാവ് തമോ പ്രധാനമായിരിക്കുന്നു. ആരാണോ സദോ പ്രധാനമായിരുന്നത് അവർക്ക് പിന്നെ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി സദോ പ്രധാന ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആത്മാവിനെ ഓർമ്മയുടെ യാത്രയിലൂടെ സദോ പ്രധാനം ആക്കേണ്ടതുണ്ട്. ഓർമ്മയുടെ പൂർണ്ണമായ ചാർട്ട് വയ്ക്കേണ്ടതാണ്. ജ്ഞാനത്തിൻ്റെ ചാർട്ട് വയ്ക്കുക സാധ്യമല്ല. ബാബയാണെങ്കിൽ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് പരിശോധിക്കണം. നമ്മുടെ മേൽ ഏതൊരു വികർമ്മങ്ങളുടെ ഭാരമുണ്ടോ അതെങ്ങനെ ഇറക്കാം? അതിനാൽ ഓർമ്മയുടെ ചാർട്ട് വയ്ക്കപ്പെടുന്നു. നമ്മൾ എത്ര മണിക്കൂർ ഓർമ്മിച്ചു? മൂലവചനത്തിനെ ഓർമ്മിക്കുന്നു, പിന്നെ പുതിയ ലോകത്തെയും ഓർമ്മിക്കുന്നു. കോലാഹലങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെയും തയ്യാറെടുപ്പുകൾ
നടന്നുകൊണ്ടിരിക്കുന്നു. ബോംബുകളും മറ്റും തയ്യാറായിക്കൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് പറയുന്നു, നമ്മൾ മരണത്തിന് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് പറയുന്നു, മരണത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാതിരിക്കൂ എന്ന്. സമുദ്രത്തിന് താഴെയും കൊല്ലുവാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് വന്ന് ബോംബിട്ട ശേഷം പിന്നെ സമുദ്രത്തിലേക്ക് പോകും. ഇങ്ങനെയെല്ലാമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് തൻ്റെ തന്നെ വിനാശത്തിന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൃത്യു മുന്നിൽ നിൽക്കുന്നു. ഇത്രയും വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇതെല്ലാം മണ്ണിനോട് ചേരും. ചിലരുടേത് പൊടിയിൽ അമർന്നു. യുദ്ധം തീർച്ചയായും ഉണ്ടാകും. പ്രയത്നിച്ച് എല്ലാവരുടെയും പോക്കറ്റ് കാലിയാക്കും. കള്ളന്മാരും എത്രയധികം തള്ളിക്കയറുന്നു. യുദ്ധത്തിന് വേണ്ടി എത്ര ചിലവഴിക്കുന്നു. ഇതെല്ലാം മണ്ണിനോട് ചേരേണ്ടതുണ്ട്. കെട്ടിടങ്ങളും മറ്റും എല്ലാം വീഴും. ബോംബുകളും മറ്റും ഇടുന്നതിലൂടെ സൃഷ്ടിയുടെ 3 ഭാഗം ഇല്ലാതാകും. ബാക്കി ഒരു ഭാഗം അവശേഷിക്കും. ഭാരതം ഒരു ഭാഗത്താണല്ലോ. ബാക്കിയെല്ലാം പിന്നീടാണ് വന്നത്. ഇപ്പോൾ ഭാരതത്തിൻ്റെ മാത്രം ഭാഗം അവശേഷിക്കും. എല്ലാവരുടെയും മൃത്യു ഉണ്ടാവുക തന്നെ വേണം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുത്തുകൂടാ? അതിനാൽ ബാബ പറയുന്നു, ലൗകിക ബന്ധുക്കളോടും ഉത്തരവാദിത്വം നിറവേറ്റണം. പിന്നെ ബന്ധനമില്ലെങ്കിൽ ബാബ നിർദ്ദേശം നൽകും. എന്തുകൊണ്ട് സർവീസിൽ മുഴുകുന്നില്ല? സ്വതന്ത്രമാണ്. അപ്പോൾ വളരെ പേരുടെ നന്മ ചെയ്യുവാൻ സാധിക്കും. ശരി, എവിടെയും പുറത്തു പോകുന്നില്ല എങ്കിൽ തൻ്റെ ബന്ധുമിത്രാദികളിൽ തന്നെ ദയവ് കാണിക്കേണ്ടതാണ്. മുൻപ് ബാബ പറയുമായിരുന്നല്ലോ, ദയവ് കാണിക്കൂ എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് വഴി ലഭിച്ചു. അപ്പോൾ മറ്റുള്ളവരിലും ദയ കാണിക്കേണ്ടതാണ്. ബാബ ദയവ് കാണിക്കുന്നത് പോലെ. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. സന്യാസിമാർ ഹഠയോഗത്തിൻ്റെ മറ്റും എത്ര പ്രയത്നിക്കുന്നു. ഇവിടെ ഇതൊന്നുമില്ല. കേവലം ഓർമ്മിക്കൂ, എങ്കിൽ പാപം ഭസ്മമാകും. ഇതിൽ യാതൊരു പ്രയാസവുമില്ല. കേവലം ഓർമ്മയുടെ യാത്രയുടെ കാര്യമാണ്. എഴുന്നേൽക്കൂ, ഇരിക്കൂ, കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യൂ. കേവലം ബുദ്ധിയുടെ യോഗം ബാബയുമായി ചേർക്കൂ. ആ പ്രിയതമൻ്റെ സത്യസത്യമായ പ്രിയതമയാകണം. സ്വയം പറയുന്നു, ഹേ പ്രിയതമമാരെ, ഹേ കുട്ടികളെ, ഭക്തിമാർഗത്തിൽ വളരെയധികം ഓർമ്മിച്ചു. എന്നാൽ ഇപ്പോൾ പ്രിയതമനായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ചില കാര്യങ്ങൾ ശാസ്ത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഭഗവാനിലൂടെ ഗീത കേൾക്കുന്നത് വഴി നിങ്ങൾ ജീവൻ മുക്തി നേടുന്നു. മനുഷ്യരിലൂടെ ഗീത കേൾക്കുന്നതിലൂടെ ജീവൻ ബന്ധനത്തിലേക്ക് വന്നു. പടികൾ ഇറങ്ങി വന്നു. ഓരോ കാര്യത്തിലും വിചാരസാഗര മഥനം ചെയ്യണം. തൻ്റെ ബുദ്ധി ഉപയോഗിക്കണം. ഇത് ബുദ്ധിയുടെ യാത്രയാണ്. ഇതിലൂടെ വികർമ്മം വിനാശമാകും. വേദം, ശാസ്ത്രം, യജ്ഞം, തപം തുടങ്ങിയവയിലൂടെ പാപം നശിക്കുകയില്ല. താഴേക്ക് തന്നെ ഇറങ്ങി വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലേക്ക് പോകേണ്ടതുണ്ട്. കേവലം ഏണിപ്പടി ചിത്രത്തിലൂടെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് ആരെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കാത്തതുവരെയും കൊച്ചുകുട്ടികൾക്ക് ചിത്രം കാണിച്ച് ഇത് ആനയാണ് എന്ന് പഠിപ്പിക്കുന്നത് പോലെ ആനയെ കാണുമ്പോൾ ചിത്രവും ഓർമ്മ വരും. നിങ്ങളുടെ ബുദ്ധിയിൽ വന്നു കഴിഞ്ഞതുപോലെ ചിത്രത്തിൽ എപ്പോഴും ചെറിയ വസ്തുവായിരിക്കും കാണിച്ചു കൊടുക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, വൈകുണ്ഠമാണെങ്കിൽ വലുതായിരിക്കുമല്ലോ. വലിയ രാജധാനിയായിരിക്കും. അവിടെ വജ്ര വൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടായിരിക്കും. അത് പിന്നീട് പ്രായേണ ലോപിക്കുന്നു. എല്ലാ വസ്തുക്കളും അപ്രത്യക്ഷമാകുന്നു. ഇല്ലെങ്കിൽ ഈ ഭാരതം എങ്ങനെ ദരിദ്രമായി? സമ്പന്നത്തിൽ നിന്നും ദരിദ്രം, ദരിദ്രത്തിൽ നിന്നും സമ്പന്നം ആകേണ്ടതുണ്ട്. ഈ ഡ്രാമ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ്.
അതിനാൽ ഏണിപ്പടിയുടെ ചിത്രത്തിലൂടെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. പുതിയവർ വരുമ്പോൾ അവരെ മനസ്സിലാക്കിക്കുന്നതിലൂടെ പ്രാക്ടീസ് ഉണ്ടാകും, സംസാരിക്കാനുള്ള കഴിവ് വരും. സേവന യോഗ്യരായ കുട്ടികളെ തയ്യാറാക്കുന്നു. പല സെന്റേഴ്സിലും അശാന്തി വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ബുദ്ധിയോഗം പുറത്തലയുന്നു, അപ്പോൾ നഷ്ടമുണ്ടാക്കുന്നു, വായുമണ്ഡലം മോശമാക്കുന്നു. നമ്പർ വൈസ് ആണല്ലോ. പിന്നെ ബാബ പറയും, നിങ്ങൾ പഠിച്ചില്ല, അതിനാൽ തൻ്റെ ഈ അവസ്ഥ നോക്കൂ. ദിനം പ്രതിദിനം കൂടുതൽ സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. പാപം ചെയ്യുന്നവർക്ക് ശിക്ഷകളും ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ പറയും, ആവശ്യമില്ലാതെ നമ്മൾ പാപം ചെയ്തു. ബാബയെ കേൾപ്പിച്ച് പ്രായശ്ചിത്തം ചെയ്യുന്നതിലൂടെ കുറച്ച് കുറവുണ്ടാകും, ഇല്ലെങ്കിൽ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്വയവും തിരിച്ചറിയും, പക്ഷേ പിന്നെ പറയും, എന്തു ചെയ്യട്ടെ, നമ്മുടെ ഈ ശീലം മാറുന്നില്ല, ഇതിനേക്കാൾ വീട്ടിൽ പോയി കഴിയാം എന്ന്. ചിലരാണെങ്കിൽ നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നു, ചിലർ ഡിസ്സർവീസും ചെയ്യുന്നു. നമ്മുടെ സേനയിൽ ആരെല്ലാമാണ് ധൈര്യശാലികൾ? ഇത് ബാബ ഇരുന്ന് പേര് പറഞ്ഞു തരുന്നു. ബാക്കി യുദ്ധത്തിൻ്റെയും മറ്റും കാര്യം ഇവിടെയില്ല. ഇതാണ് പരിധിയില്ലാത്ത കാര്യങ്ങൾ. നല്ല കുട്ടികൾ ഉണ്ടെങ്കിൽ ബാബ തീർച്ചയായും മഹിമയും ചെയ്യും. കുട്ടികൾക്ക് വളരെ ദയാഹൃദയരും മംഗളകാരിയും ആകണം. അന്ധരുടെ ഊന്നുവഴിയാകണം. സർവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. പാപാത്മാവ് പുണ്യാത്മാവ് എന്ന് പറയുന്നുണ്ടല്ലോ. ഉള്ളിൽ പരമാത്മാവ് ഉണ്ടെന്നും ആത്മാവ് പരമാത്മാവായി മാറുന്നു എന്നും അല്ല. ഇതെല്ലാം തെറ്റാണ്. പരമാത്മാവിൽ പാപം ഏൽക്കുന്നതൊന്നുമില്ല. പരമാത്മാവിന് ഡ്രാമയിൽ സർവീസ് ചെയ്യുന്നതിൻ്റെ പാർട്ടുണ്ട്. മനുഷ്യൻ തന്നെയാണ് പാപാത്മാവും പുണ്യാത്മാവുമാകുന്നത്. ആരാണോ സദോ പ്രധാനമായിരുന്നത് അവർ തന്നെ തമോ പ്രധാനമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ബാബയിരുന്ന് സദോ പ്രധാനമാക്കി മാറ്റുന്നു. അപ്പോൾ ആ ഒന്നിൻ്റെ മതമനുസരിച്ച് നടക്കേണ്ടതാണല്ലോ. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങളെ വിശാല ബുദ്ധിയാക്കി. ഇപ്പോൾ നിങ്ങൾക്കറിയാം രാജധാനി എങ്ങനെയാണ് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നത്. ബാബ തന്നെ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വന്ന് ബ്രഹ്മമുഖവംശാവലി കുട്ടികളെ രാജയോഗം പഠിപ്പിച്ച് ദേവി ദേവതയാക്കുന്നു. പിന്നെ പുനർജന്മം എടുത്ത് പടികൾ ഇറങ്ങുന്നു. ഇപ്പോൾ വീണ്ടും എല്ലാം റിപ്പീറ്റ് ചെയ്യണം. ബാബ വീണ്ടും ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. യോഗബലത്തിലൂടെ നിങ്ങൾ 5 വികാരങ്ങളുടെ മേൽ ജയം നേടി ജഗത് ജീത്താകുന്നു. ബാക്കി യുദ്ധത്തിൻ്റെയോ മറ്റോ കാര്യമൊന്നുമില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബന്ധനമുക്തമായി ബാബയുടെ സർവീസിൽ മുഴുകണം. അപ്പോൾ തന്നെയാണ് ഉയർന്ന ഭാഗ്യമുണ്ടാകുന്നത്. ദയാഹൃദയരായി അനേകർക്ക് വഴി പറഞ്ഞു കൊടുക്കണം. അന്ധരുടെ ഊന്നുവടിയാകണം. ഈ ശരീരത്തിനോട് മമത്വം മാറ്റി ജീവിച്ചിരിക്കെ മരിക്കണം. കാരണം ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. രോഗാവസ്ഥയിലും ഒരു ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ വികർമ്മം വിനാശമാകും. വരദാനം: മംഗളത്തിൻ്റെ ഭാവനയിലൂടെ ഓരോ ആത്മാവിൻ്റെയും സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തുന്ന നിശ്ചയബുദ്ധിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബയിൽ 100% നിശ്ചയബുദ്ധിയാണ്. ആര് എത്ര തന്നെ ഇളക്കുവാൻ ശ്രമിച്ചാലും സാധിക്കുകയില്ല. ഇതേപോലെ ദൈവിക പരിവാരത്തിലൂടെയോ ലോകത്തിലെ ആത്മാക്കളിലൂടെയോ ആര് എങ്ങനെയുള്ള പരീക്ഷ നടത്തിയാലും ക്രോധിയായി നേരിടുകയോ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുകയോ അധിക്ഷേപിക്കുകയോ ചെയ്താൽ അതിലും ഇളകുവാൻ സാധിക്കില്ല. ഇതിനു വേണ്ടി ഓരോ ആത്മാവിനെ പ്രതിയും മംഗളത്തിൻ്റെ ഭാവന ഉണ്ടായിരിക്കണം.
ഈ ഭാവന അവരുടെ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തും. ഇതിൽ കേവലം അക്ഷമരാകരുത്. സമയമനുസരിച്ച് ഫലം തീർച്ചയായും വരും. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. സ്ലോഗൻ: പവിത്രതയുടെ ശക്തിയിലൂടെ തൻ്റെ സങ്കല്പങ്ങളെ ശുദ്ധവും ജ്ഞാനസ്വരൂപവുമാക്കി ദൗർബല്യങ്ങളെ സമാപ്തമാക്കൂ. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിനു വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. വാക്കിൽ സദാ സത്യതയും മധുരതയും ഉണ്ടെങ്കിൽ വാക്കിൻ്റെ മാർക്സ് ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. മധുരതയുടെ ഗുണം ജീവിതത്തിലുണ്ടെങ്കിൽ ഓരോ വാക്കും മുത്തുകൾക്ക് സമാനം ആയിരിക്കും. സംസാരിക്കുകയല്ല, മുത്തുകൾ പൊഴിയുകയാണ് എന്ന് തോന്നും. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മളും സംസാരിക്കട്ടെ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വാക്കുകളായിരിക്കും അവർ സംസാരിക്കുന്നത്. എല്ലാവർക്കും കേട്ട് പഠിക്കുവാനും ഫോളോ ചെയ്യാനുമുള്ള പ്രേരണ ലഭിക്കും. ഇങ്ങനെയുള്ള മധുര വാക്കുകളുടെ വൈബ്രേഷൻ സർവരെയും സ്വതവേ തന്നെ ആകർഷിക്കുന്നു. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദു സ്വരൂപമായ ഞാൻ ശക്തിശാലി ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ എൻ്റെ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്ത് 1 സെക്കൻഡിൽ ബാബ് ദാദയുടെ മുന്നിൽ എത്തിച്ചേരുന്നു. ബാബ് ദാദ എനിക്ക് ശക്തിശാലി ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു. ബാബ് ദാദയിൽ നിന്നും ലൈറ്റും മൈറ്റും സ്വീകരിച്ച് 1 സെക്കൻഡിൽ ഞാൻ നിരാകാരിയായി നിരാകാര ലോകത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തനായ ശിവ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. പരിധിയുള്ള എൻ്റേത് എന്ന എല്ലാ ഭാവങ്ങളും ഞാൻ ബാബയിൽ സമർപ്പിക്കുന്നു. ഞാൻ ഭാരരഹിതമായി മാറുന്നു.
മംഗളകാരിയായ ബാബയിലുള്ള നിശ്ചയം എന്നെ നിശ്ചിന്തമാക്കി മാറ്റുന്നു. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്. പരമസദ്ഗുരുവായ ശിവ് ബാബയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇരുത്തുമ്പോൾ ഞാനും ബാബയും കമ്പൈൻഡ് സ്വരൂപമാകുന്നു. ഈ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് സമസ്ത ഈശ്വരീയ ശക്തികളും വിശ്വത്തിലെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുന്നു.